ഗൾഫിൽ നീ നേരത്താരാണ്. ഹലോ, ആരാ? റിയാസേ, എന്താടാ? ഏ അയ്യോ, എപ്പോ? നമ്മളെ സത്യേട്ടൻ തന്നെ പറയണ എന്താ പറ്റിയത്? എന്നിട്ട് എങ്ങനെ ബോഡി ഇങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവരണ്ടാ? എടാ, ഞാൻ അവിടുന്ന് കഴിഞ്ഞ ആഴ്ച പോരുന്നതിന്റെ 2 ദിവസം മുമ്പേ കൂടി പുള്ളീനെ കണ്ടതല്ലേ. അയ്യോ, എന്താ ചെയ്യാ? കേട്ടിട്ട് ആകെ ഒരു വല്ലാത്തൊരു ഷോക്കായല്ലോ ഇപ്പൊ. എന്തപ്പോ ഒരു വീട്ടിലൊക്കെ അറിയിച്ചോ? ചേടാ, ചെറിയ 2 കുട്ടികളാണ് അയാൾക്ക്. ഒന്നിനും ആയിട്ടില്ലാത്ത 2 കുട്ടികൾ, അതും 2 പെൺകുട്ടികൾ. എങ്ങനെ ഇപ്പൊ ഇനി അവരുടെ ഭാര്യ ജീവിക്കുക കുട്ടികളെയും കൊണ്ട്? വല്ലാത്തൊരവസ്ഥ. നമ്മളെ പ്രവാസികളുടെയൊക്കെ കാര്യം ഇങ്ങനെ തന്നെ പോണേ. നിങ്ങൾ അവിടെ പോയില്ലേ? വേഗം ചെന്നിട്ട് അതിന്റെ കാര്യങ്ങളോ പേഴ്സൊക്കെ ശരിയാക്കാൻ എന്താ ചെയ്യ്. ഡേറ്റ് പറയും, ഞാൻ വിളിക്കാം ഇടയ്ക്ക്. ഏട്ടാ, പുള്ളിയുടെ വീട്ടിൽ പോവാ ഏട്ടാ. ശരി. എന്താ പറയാ? എടപ്പാളുള്ള സത്യേട്ടൻ ഉണ്ടായിരുന്നില്ലേ, മറ്റേ ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് തൊട്ടപ്പുറത്ത് താമസിച്ചിരുന്ന ആള് മരിച്ചു. ഇപ്പൊ പെട്ടെന്ന് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണു. അയാൾ നാട്ടിൽ വരാൻ നിൽക്കല്ലായിരുന്നു? നാട്ടില് വീട് വെച്ചിട്ടുള്ള ആളാണേ. വീട് വെച്ചപ്പോ പണി മുഴുവനായിട്ടുണ്ട്. ഇനിയിപ്പോ നാട്ടിൽ വന്ന് അവർക്ക് ഒന്ന് ശരിയാക്കണം, എന്നിട്ട് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞതാ. 2 ചെറിയ പെൺകുട്ടികളാണ്. എന്താ ചെയ്യാ? നമുക്കൊന്ന് പോണ്ടേ? നമുക്ക് പോണം. എന്തൊരു കഥയാണിത്. വല്ലാത്തൊരവസ്ഥ. ഇപ്പൊ അവിടെ ഇങ്ങനെ നിരന്തരം ഇതിങ്ങനെ ഉണ്ട്. ആൾക്കാരിങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുക, അറ്റാക്ക്. എന്തൊക്കെ സ്വപ്നങ്ങളായിട്ട് പോണ ആൾക്കാരാണ്. പ്രവാസികളെ കണ്ണുനീര് തീരെ കാണില്ല ചില സമയത്ത്. ഇതൊരു വല്ലാത്തൊരു ഷോക്കായി പോയല്ലോ. കേട്ടിട്ട് സഹിക്കുന്നില്ല. ഞങ്ങളോട് വേറൊരു കാര്യം പറയാൻ വേണ്ട വന്ന്. എന്താ? ഷെഹർബാന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? അവളെ അമ്മായിയമ്മ പറയാത്രേ, ഒരാങ്ങള് ഗൾഫിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ തരുള്ളൂ. ഇതെന്താ, ഇതിലെവിടെ വിക്സ്, ഇതിലെവിടെ മുട്ടായി, ഇതിലെവിടെ അത്, ഇതിന്റെ സ്പ്രേ ഒന്നേ ഉള്ളൂ, എല്ലാവർക്കും കിട്ടിയില്ല, ഒക്കെ ഓളോ കരകടത്തി, എന്തൊക്കെയാ പറഞ്ഞത്രേ. അവിടെ എന്തേലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ തന്നെ മനുഷ്യപ്പ ഈ വിഷമം കൂടി കേട്ടിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അതിലിടയ്ക്കാണ് പെങ്ങൾക്ക് സാധനം കൊടുത്തില്ല എന്നുള്ള വിഷയം. ഓൾക്ക് ഭ്രാന്താ. ഞാനെന്താ 70കളിലെ പ്രവാസിയാ അല്ലല്ലോ. ആ കാലത്താണ് ഈ വിക്സും പിന്നെ മുട്ടായിയും അതും ഇതൊക്കെ കൊണ്ടുവരല്. ഇതൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിലും കിട്ടും. അവളെ കെട്ടിയവനോട് കുറച്ചാണ്ട് വാങ്ങിക്കൊടുക്കാൻ പറയാ. അല്ലാതെ എന്താ ഇത്? ആങ്ങളെ വരുമ്പോ ഞാൻ അവിടെ പോയിട്ട് ലീവിന് വന്നതല്ല, വിസ ചേഞ്ച് ആക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മനസ്സിലായ? ഇതൊന്നും പറഞ്ഞ ഒരാൾക്കൊട്ട് മനസ്സിലാവൂല. എന്താണ് ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ കിട്ടണം എന്നുള്ളൊരു ഇത് മാത്രം. പ്രവാസികളെ അങ്ങോട്ട് പിഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വലിയ സന്തോഷമാണ്. അല്ലാത്തൊരവസ്ഥ. ഇനിയിപ്പോ സത്യേട്ടന്റെ വീട്ടിൽ പോകണ്ടേ? അയാളും ഒരു പ്രവാസിയായിരുന്നല്ലോ. അവര് കുട്ടികളും വിചാരിച്ചിരിക്കുന്നുണ്ടാവും ഇതേപോലെ അച്ഛൻ വരുമ്പോ അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും എന്നൊക്കെ. അതിലിടയ്ക്കാണ് മള്ള കേസൊക്കെ നിസ്സാരം. ഒരാളുടെ ജീവൻ പോയിട്ടാ കിടക്കുന്നത്. പെങ്ങന്മാരും നാട്ടുകാരും സുഹൃത്തുക്കളും. തിരൂര് പോയിട്ടേ കുറച്ച് മുട്ടായും സ്പ്രേയും. തിരൂര് പോണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എടപ്പാള് നടുവട്ട ആ ഭാഗത്തൊക്കെ തന്നെ കിട്ടും മുട്ടായി. നമ്മളെ ആൾക്കാരെ കണ്ണീരുന്ന കാര്യങ്ങൾ. ഞാനിപ്പോ സത്യേട്ടന്റെ വീട്ടിലേക്ക് പോവുക വേണ്ട, പെങ്ങൾക്ക് മുട്ടായും സ്പ്രേയും വാങ്ങിയിട്ട് കൊണ്ടുപോവുക വേണ്ട. പെങ്ങൾക്കില്ലാത്ത കേടാണല്ലോ പെങ്ങളുടെ അമ്മായിയമ്മക്ക്. ഓൾക്കോളെ വീട്ടില് തൊഴിലില്ല എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്നോട് കരഞ്ഞു പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളെ വേണമെങ്കിൽ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റൂല എന്റെ മോനോട് പറയാന്, എന്നെ കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ഒന്നാമത് ആ അമ്മായിമ്മ തള്ളക്ക് ഉളുപ്പുണ്ടാ? മരുവള്ള ആങ്ങളെ വരുമ്പോ സാധനം കൊടുന്നില്ല എന്ന് പറയാൻ. ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ലോ. പഴയ ആൾക്കാരല്ലേ? എന്ത് പഴയ ആൾക്കാർ? ഇതൊക്കെ കണ്ടും കേട്ടും കുറച്ച് മനസ്സിലാക്കണം മനുഷ്യന്മാര്. പഴയ ആൾക്കാരാന്ന് വിചാരിച്ചിട്ട് അത്ര വലിയ പഴയ ആൾക്കാരൊന്നും അല്ല ഇവര്. കുറച്ചൊക്കെ ഇനിയിപ്പോ പഴയ ആൾക്കാർക്കുള്ള ബോധം കൂടി ഇവർക്കില്ല എന്നുള്ളതാണ്. കുറച്ചൊരു അവനാനൊരു ഒരു പക്വതയിൽ ചിന്തിക്കണ്ടേ? മരുവള്ള ആങ്ങള സാധനം കൊടുത്തിട്ട് തന്നില്ല, അതേ ഉള്ളൂ ഇതേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ.
എന്തൊരു പോരെടുക്കാൻ എന്തൊക്കെ വഴിച്ച അതൊക്കെ ചിന്തിക്കും. ഞാൻ ഓൾക്കവിടെ സ്വയം പറഞ്ഞല്ലോ കൊടുക്കണ്ടാവില്ല അല്ലേ? ഞാൻ ഇപ്പൊ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇതൊന്നുമല്ല. തള്ളക്ക് അതൊന്നല്ല. അവരാ വീട് കയറ്റുന്ന സമയത്ത് എന്നോട് പൈസ വെച്ചിരുന്നു. ഞാൻ ആ സമയത്ത് ക്യാൻസൽ ആയിട്ട് ഇവിടെ നാട്ടില്ല. അന്ന് ഞാൻ പൈസ കൊടുത്തില്ല. ആ കേടാണ് തള്ളക്ക്. അതിനോടൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനോട് അടുത്ത് നോക്കുമ്പോഴാണ് മഹാ വൃത്തികെട്ട സ്വഭാവമാണ് ട്ടോ അവര്. ഞാൻ പിന്നെ കുട്ടികള് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരും ഒന്നും പറയാത്തത്. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം നിങ്ങളിങ്ങനെ അങ്ങനെ കിടന്ന് പ്രഷർ ആവല്ലേ. പ്രഷറാവല്ലേ. ഞാനിപ്പോ ആ സത്യേട്ടന്റെ കാര്യം കേട്ടിട്ട് തന്നെ ആകെ ഷോക്കായിട്ടിരിക്കുക. അതിനിപ്പോ എന്താ നമുക്ക് പോവാം, നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സഹായിക്കാം. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുന്നത് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ഇവിടുന്ന് ഒരു വണ്ടിയാണ് കയറാനുള്ള ഒരു വകുപ്പിലേക്ക് എത്തിക്കാനുള്ള വഴി എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആ പഴയത് ഇങ്ങനെ അങ്ങോട്ട് കയറി തന്നെ. അതിലിടയ്ക്കാണെങ്കിൽ പൈസ ചെലവ് അതും ഇതും അങ്ങോട്ട് കൊണ്ടുപോകലും ഇങ്ങോട്ട് കൊണ്ടുപോകലും കൊടുക്കലും. അതെ, പ്രവാസികൾ എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിലിപ്പോ നിങ്ങളായിട്ട് ഇനി തിരുത്തി കുറിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ സമ്മതിക്കൂല. എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് വയ്യ. പെണ്ണുങ്ങളാണെച്ചെങ്കിൽ ഒന്ന് കരഞ്ഞിട്ടെങ്കിലും തീർക്കായിരുന്നു. ഇത് ഒന്ന് കരയാനും പറ്റണില്ല. ആകെ കൂടി ദേഷ്യവും സങ്കടവും. ഇതൊക്കെ ഇത്തരം പ്രഷർ കാരണമാണ് ഓരോരുത്തരും ഈ ഹൃദയം പൊട്ടി മരിക്കണതൊക്കെ. മനസ്സിലായ? അറ്റാക്ക് വരുന്നതും. തൽക്കാലം നിങ്ങളൊന്നും ഉണ്ടായിരിക്കണം, മനുഷ്യനെ ബേജാറാക്കാതെ വെള്ളം കുടിക്കും. വെള്ളം വേണ്ട. വെള്ളമൊന്നും വേണ്ട.